കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ഇന്ന് മാധ്യമങ്ങളെ കാണില്ല. തിരിച്ചറിയൽ പരേഡിന് ശേഷം കണ്ടാൽ മതിയെന്ന് പോലീസ് നിർദ്ദേശം. നാളെ നടി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ നാളെയും കണ്ടേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് കാക്കനാട് ജയിലിൽ നടക്കും. പൾസർ സുനിയെയും വിജീഷിനെയും കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ ആലുവ കോടതിയും ഇന്ന് പരിഗണിക്കും. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, അക്രമത്തിന്റെ നടി അക്രമത്തിന് ശേഷം ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചത്. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിലെ പ്രധാന സ്ത്രീവേഷങ്ങളിൽ ഒന്നാണ് ഈ നടി കൈകാര്യം ചെയ്യുന്നതും. ലൊക്കേഷനിൽ രാവിലെ എത്തുമ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് ആദ്യം അറിയിച്ചത്. എന്നാൽ പിന്നീട് നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നറിയിക്കുകയും ആ തീരുമാനം മാറ്റുകയുമായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ നായകവേഷം കൈകാര്യം ചെയ്യുന്ന പൃഥ്വിരാജ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഈ ചില നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നടി ഏതായാലും അല്പസമയത്തിനകം, രാവിലെയാണ് പറയുന്നത്, നടി ഏതായാലും അല്പസമയത്തിനകം ലൊക്കേഷനിലെത്തും. പക്ഷെ നിങ്ങളെ കാണാൻ ചില നിയമ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങൾ ഇവിടെ നിന്ന് മാറണം, കാരണം ഇത്തരം ഒരു മാനസികാവസ്ഥയിലല്ല ആ നടി ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമാ ചിത്രീകരണത്തിന് അനുയോജ്യമായ ഒരു ആംബിയൻസും അല്ല ഈ നിങ്ങളെല്ലാവരും, മാധ്യമങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴുള്ളത്. അതുകൊണ്ടൊന്ന് മാറി തരണം, അതിനുള്ള നന്മ നിങ്ങൾ കാണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ തുടർന്ന് നമ്മൾ അപ്പോൾ തന്നെ മാറുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു നടപടിക്രമം ഇന്ന് ഉള്ളത് ഈ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡാണ്. 4 പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കും. മാർട്ടിൻ, മണികണ്ഠൻ, സലീം, പ്രദീപ് എന്നിവരുടെ തിരിച്ചറിയൽ പരേഡാണ് നടക്കുന്നത്. അവർ ഇപ്പോൾ കാക്കനാട് സബ് ജയിലിൽ റിമാൻഡിലാണ്. ഈ നടി അവിടെ എത്തി രൂപസാദൃശ്യമുള്ള മറ്റ് ചിലർക്കൊപ്പം ഈ പ്രതികളെ നിർത്തി അതിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രതികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നടപടിക്രമം. അതായത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിലെ പ്രധാന പ്രതികളായ പൾസർ സുനിയുടെയും വിജീഷിന്റെയും തിരിച്ചറിയൽ പരേഡ് ഇന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ അവർ ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇന്ന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിന് അത് പരിഗണിക്കും. അത് ലഭിച്ചാലുടൻ കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയതിനു ശേഷം മാത്രമേ ഇവരുടെ തിരിച്ചറിയൽ പരേഡ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ ഈ നടി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുള്ളൂ എന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരു 1-2 ദിവസം മാറ്റിവെച്ചേക്കാം എന്നും സൂചനയുണ്ട്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരിൽ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ പിണറായി വിജയൻ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം. എനിക്ക് കന്നഡ അറിയില്ലല്ലോ, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താഭാരതിയുടെ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. വാർത്താഭാരതി പൊതുവെ മാധ്യമങ്ങളിൽ വേറിട്ടൊരു സമീപനം സ്വീകരിക്കുന്ന മാധ്യമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നിലപാട് നാടിനോടുള്ള, പാവപ്പെട്ടവരോടുള്ള, ആലംബഹീനരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അത് കൂടുതൽ ശക്തമായി വാർത്താഭാരതിക്ക് തുടരാൻ കഴിയുമാറുള്ള ഒരു പുതിയ കേന്ദ്രത്തിന്, മാധ്യമ കേന്ദ്രം, വാർത്താഭാരതിയുടെ പുതിയ ഓഫീസ് കോംപ്ലക്സ് എന്ന നിലയിൽ ഇവിടെ നിർമ്മിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുമതിയോടെ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം
നിർവഹിച്ചതായി ആദ്യമായും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. മാധ്യമങ്ങൾ വലിയ തോതിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. വാർത്താമാധ്യമങ്ങൾ പലതരത്തിലാണ്. പ്രിന്റ് മാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, ശ്രാവ്യ മാധ്യമങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ പൊതുവായ നില നോക്കിയാൽ നിഷ്പക്ഷമാണെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾക്ക് പോലും ഒരു പക്ഷമുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. പക്ഷമുണ്ടാകുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ആ പക്ഷം ഉണ്ടാകുന്ന പക്ഷപാതിത്വം നാടിൻ്റെ നന്മക്കായിരിക്കണം. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ്. എല്ലാ പിന്തിരിപ്പൻ ശക്തികൾക്കും എതിരായിരിക്കണം. നാടിൻ്റെ മുന്നേറ്റത്തിന് എപ്പോഴും മാധ്യമങ്ങൾക്ക് പുരോഗമന പക്ഷത്ത് ഉറച്ചു നിൽക്കാനാവണം. നമ്മുടെ ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പൊ ലോകമാകെ മാധ്യമങ്ങളുടെ ഒരു കണക്കെടുത്താൽ 95% മാധ്യമങ്ങളും സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവയാണ്. സാമ്രാജ്യത്വ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാമ്രാജ്യത്വത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വൻകിട ബഹുരാഷ്ട്ര കുത്തകകൾ സ്ഥാപിച്ചിട്ടുള്ള മാധ്യമങ്ങളുണ്ട്, കുത്തകകൾ സ്ഥാപിച്ചിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. ഇവയാണ് ഏറെക്കുറെയല്ല, വളരെ ചുരുക്കം മാധ്യമങ്ങളാണ് ലോകത്ത് തന്നെ ഇതിൽ നിന്ന് വ്യത്യാസമായി നിൽക്കുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തെടുത്താൽ നമ്മുടെ രാജ്യത്തെയും മാധ്യമരംഗം ഏറെക്കുറെ ഇതേ നിലയിലാണ് എന്ന് കാണാൻ കഴിയും. സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കാരണവുമില്ലാതെ ഒരു പറ്റം ജനങ്ങളെ കൊന്നൊടുക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ സാമ്രാജ്യത്വം നടത്തിയാലും ആക്രമണകാരിയെ വെള്ളപൂശാനും ആക്രമണത്തിനിരയായവരെ അക്രമികളായി ചിത്രീകരിക്കാനും തയ്യാറാകുന്ന ലോകമാധ്യമങ്ങളെ നാം കണ്ടിട്ടുണ്ട്. ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. ഇറാഖിൻ്റെ ഉദാഹരണം ഓർമ്മിച്ചാണ്. നമ്മളെല്ലാവരുടെയും മനസ്സിൽ എത്തിച്ചിരുന്നത് ഇറാഖിൻ്റെ കയ്യിലെന്തോ മാരകമായ ആയുധങ്ങളുണ്ടെന്നായിരുന്നു. പൂച്ചക്കുട്ടിയെ കൊല്ലാനുള്ള ആയുധം പോലും അവരുടെ കയ്യിലില്ല എന്ന് അവസാനം ഈ എല്ലാ പ്രചരണങ്ങൾക്കും നേതൃത്വം കൊടുത്തവർ തന്നെ സമ്മതിച്ചു. അപ്പോഴേക്ക് ഇറാഖ് എന്തായിരുന്നോ നേരത്തെ അതൊന്നുമല്ലാതായി കഴിഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ലോകത്തിൻ്റെ സ്ഥിതി. എന്നാൽ നമ്മുടെ രാജ്യത്ത് എടുത്ത് പരിശോധിച്ചാലും സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിൽ
നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങളും മത്സരിക്കുന്നതായി കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിനകത്ത് മാധ്യമങ്ങൾ വൻ കുത്തകകൾ നിയന്ത്രിക്കുന്ന മഹാഭൂരിഭാഗം മാധ്യമങ്ങൾ നിലനിൽക്കുന്നു. വ്യത്യസ്തമായവ വളരെ ചുരുക്കമാണ്. അപ്പോൾ സ്വാഭാവികമായും സംരക്ഷിക്കുന്ന താല്പര്യം മുഴുക്കെ സാമ്രാജ്യത്തിൻ്റെതായി വരികയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രമാണ് എന്ന് കാണാൻ പറ്റും. അതേസമയം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടേണ്ട പ്രശ്നം. നമ്മുടെ ഭരണഘടന തന്നെ മതനിരപേക്ഷ രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രത്തെ വിവക്ഷിക്കുകയാണ്. എന്നാൽ മതനിരപേക്ഷ രാഷ്ട്രം എന്നത് അംഗീകരിക്കാത്ത ഒട്ടേറെ പേർ നമ്മുടെ രാജ്യത്തുണ്ട്. അക്കൂട്ടർ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ പക്ഷം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. മതനിരപേക്ഷതയുടെ പക്ഷമാണ് വേണ്ടത്. സെക്കുലറിസം അപകടപ്പെടുത്തുന്ന ബോധപൂർവമായ നീക്കങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ മതനിരപേക്ഷ പക്ഷത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നത് വർഗീയ ശക്തികളാണ്. ആ വർഗീയ ശക്തികളെ എതിർക്കാൻ തയ്യാറാണ്. വർഗീയ ശക്തികളുമായി സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷ പക്ഷത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിലെ ഒട്ടേറെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ മതനിരപേക്ഷ പക്ഷത്താണെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ വർഗീയതയുമായി സമരസപ്പെട്ട് മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു പോവുകയുമാണ്. ഇത് വലിയ തോതിലുള്ള ആപത്തുളവാക്കുന്നൊരു കാര്യമാണ്. ഈ നിലയിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതാണ് ജനങ്ങളെ ബാധിക്കുക. ജനങ്ങളിൽ മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിരിക്കണം എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അപൂർവം ചിലരാണ് നമ്മുടെ രാജ്യത്ത് വൻ സാമ്പത്തിക ശേഷിയുള്ളവർ, വൻകിട കുത്തകളായിട്ടിരിക്കുന്നവർ. എന്നാൽ അവരുടെ താല്പര്യമാണ് സമൂഹത്തിലാകെ പ്രതിഫലിപ്പിക്കാൻ അവരുടെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അവർക്ക് നിശ്ചയമായും അവരുടെ താല്പര്യമേ പ്രതിഫലിപ്പിക്കാൻ പറ്റും. കാരണം അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആ മാധ്യമങ്ങൾ. ഇവിടെയാണ് അത്തരം ഉടമസ്ഥതയിലല്ലാത്ത മാധ്യമങ്ങളെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതിൻ്റെ പ്രാധാന്യം നിലകൊള്ളുന്നത്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പലതിനെയും സ്വാധീനിക്കാൻ നേരത്തെ പറഞ്ഞവർക്ക് കഴിയുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നാടിനോടൊപ്പം നിൽക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക. ജനങ്ങളെന്ന് പറയുമ്പോൾ മഹാഭൂരിഭാഗം വരുന്ന പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുക. ഇത് മാധ്യമം നിർവഹിക്കേണ്ട ഒരു ധർമ്മമാണ്. ഈ കാര്യവും പ്രത്യേകമായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാർത്താഭാരതിക്ക് ഇത്തരം കാര്യങ്ങളിൽ തങ്ങളുടേതായ ഒരു നിലപാട് കൃത്യമായി രേഖപ്പെടുത്തി പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാർത്താഭാരതി വ്യത്യസ്തമായ വേറിട്ട ഒരു മാധ്യമമായി
നിലകൊള്ളുകയാണ്. ഇവിടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ വേദി അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ചില കാര്യങ്ങൾ കൂടി പൊതുവിൽ എനിക്ക് പറയാനുണ്ട്. അത് വൈകുന്നേരം വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ പറഞ്ഞുകൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എൻ്റെ വരവിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയ കർണാടക ഗവൺമെൻറ്റിന് ഇപ്പോൾ കൃതജ്ഞത മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പുതിയ കെട്ടിടം വേഗം തന്നെ വാർത്താഭാരതിക്ക് പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. ഗൗരവാന്വിതമായ കേരള രാജ്യയുടെ മുഖ്യമന്ത്രിക്ക് മംഗളൂരുവിൽ CPM-ന്റെ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വാർത്താഭാരതി ദിനപത്രത്തിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം നാടിന്റെ നന്മയ്ക്കാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾക്ക് പോലും പക്ഷമുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മാധ്യമങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ ശ്രീജിത്തിന് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം പാലക്കാട് കോട്ടായിലെ വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. ശ്രീജിത്തിന്റെ കുടുംബത്തെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. AK ലതീഷ് വിവരങ്ങൾ നൽകും. ലതീഷ്, എപ്പോഴായിരുന്നു സംസ്കാരം? അരുൺ, പരുത്തിപ്പള്ളി ALP സ്കൂളിലെ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നത്. ധീര ജവാനെ ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ സ്കൂളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. MP രാജേഷ് MP, MLA മാർ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള MLA മാർ, ജില്ലയിലെ മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്കൂളിൽ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി വ്യവസായ മന്ത്രി AC മൊയ്തീനാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ശ്രീജിത്തിന്റെ കുടുംബത്തെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് AC മൊയ്തീൻ പറയും. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു. ഗാർഡ് ഓഫ് ഓർഡർ നൽകി. അരുൺ, AK ലതീഷ് വിവരങ്ങൾ നൽകിയത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി മന്ത്രിമാരുടെ വീടിന് മുന്നിൽ നടത്താനിരുന്ന കുടിൽകെട്ടി സമരം പിൻവലിച്ചു. ഉത്രാളിക്കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പതിവ് ചടങ്ങുകളെല്ലാം ഈ വർഷവും നടത്താൻ തീരുമാനമായതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. നാളെയാണ് ഉത്രാളിക്കാവ് സാമ്പിൾ വെടിക്കെട്ട്. ഉത്സവങ്ങളൊക്കെ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇനി ബാക്കിയുള്ള ഉത്സവങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അവർ നടത്താം. ഗവൺമെന്റ് എന്ന നിലയിൽ അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂടി നടന്ന ചർച്ചയിൽ അവർ ആ കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഭംഗിയായി നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവരുടെ വാക്ക് പൂർണ്ണമായും നടപ്പിലാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ചില സമരപരിപാടികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ സമരപരിപാടികൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം ഇത് നടക്കാൻ പ്രയാസമുണ്ടാവില്ല എന്ന് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ സമരങ്ങളെല്ലാം ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പിൻവലിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. വലിയ നാശനഷ്ടമാണ് തീപിടുത്തത്തിലുണ്ടായത്. മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായാണ് ജില്ലാ ഭരണകൂടം വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തത്. പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും മിഠായി തെരുവിലെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിന്റെ പരിഗണനയിലുള്ളത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗത്തിന്റെയുമെല്ലാം അന്വേഷണ റിപ്പോർട്ട് യോഗത്തിൽ പരിഗണിക്കും. വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായതായി നേരത്തെ അഗ്നിശമന സേന നൽകിയ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടില്ലെന്നും കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്താൽ എതിർക്കുമെന്ന് ഒരു വിഭാഗം വ്യാപാരികൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും സുരക്ഷ മുൻനിർത്തി ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവാനാണ് കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തർപ്രദേശ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അമേഠി ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുത്ത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഉൾപ്പെടെ BJP ഹിന്ദുത്വ ധ്രുവീകരണം നടത്തുകയാണ് എന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു. എന്നാൽ 5 ഘട്ടങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ UP മുഖ്യമന്ത്രി പരാജയം രുചിച്ചെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. 262 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതോടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന 141 മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്ത് UPയുടെ രാഷ്ട്രീയ കടിഞ്ഞാൺ ഉറപ്പിക്കുന്നതാണ്.
മാർച്ച് 11 ബലം പ്രഖ്യാപിക്കവേ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ ഉൾപ്പെടെ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ അമേഠിയിൽ ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച 5ാം ഘട്ട വോട്ടെടുപ്പ്. 2012 37 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വലിയ കുത്തൊഴുക്ക് ഈ മേഖലയിൽ BJPയിലേക്കുണ്ടായി. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം ഇതിനെ തടയിടുമെന്ന് അഖിലേഷ് യാദവ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലൊതുങ്ങിയ BSP പക്ഷേ മികച്ച പ്രചരണമാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. അമിത്ഷായെ കസബിനോട് ഉപമിച്ചും BJPയുടെ പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും ഉയർത്തിയുള്ള മായാവതിയുടെ പ്രചരണം ജനശ്രദ്ധ ആകർഷിച്ചു. അഖിലേഷിന്റെ കഴുതാ പരാമർശത്തിന് പിന്നാലെ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തോടെ മോദിയുടെ ചിരിമാഞ്ഞെന്നും BJP ഹിന്ദുത്വ കാർഡ് ഇറക്കുകയാണെന്നും ആരോപിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾക്കും പാർട്ടികൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുമാണ് അവസാനഘട്ട പ്രചരണങ്ങളെല്ലാം സാക്ഷ്യം വഹിച്ചത്. സർദാർ പട്ടേലിന്റെയും കൃഷ്ണന്റെ കർമ്മഭൂമി എന്ന് വിശേഷിപ്പിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രചരണങ്ങളും ഈ ഘട്ടങ്ങൾ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. മനുശങ്കർ, ദില്ലി. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്തേക്കും എന്ന് സൂചന. അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കുന്നതിന്റെ മുന്നോടിയായാണ് ദേശീയ സെക്രട്ടറി പദത്തിലേക്ക് സ്ഥാനക്കയറ്റം. പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നതിന് മുസ്ലിം ലീഗ് ദേശീയ യോഗം നാളെ ചെന്നൈയിൽ ചേരും. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായി PK കുഞ്ഞാലിക്കുട്ടി ഒരുങ്ങുന്നതിനിടെയാണ് ദേശീയ യോഗം ചെന്നൈയിൽ ചേരുന്നത്. അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് നിലവിലെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രൊഫസർ KM ഖാദർ മൊയ്തീനെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടുകാരനായ ഖാദർ മൊയ്തീനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ ധാരണയായതോടെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം കേരളത്തിന് നൽകേണ്ടി വരും. നിലവിലെ സെക്രട്ടറിമാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, ഖുറം അനീസ് ഉമർ, S നഈം അക്തർ, ഷാഹിൻ ഷാ ജഹാംഗീർ എന്നിവരിൽ ബഷീറാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ET മുഹമ്മദ് ബഷീറിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട്. നിലവിലെ ദേശീയ ട്രഷററായ കുഞ്ഞാലിക്കുട്ടിയാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ ജനറൽ സെക്രട്ടറി പദവും നൽകണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി അനുകൂലികളുടെ ആവശ്യം. അഹമ്മദിന്റെ നിര്യാണത്തോടെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ചേരി ദുർബലമായില്ലെന്നു മാത്രമല്ല ശക്തമാവുകയും ചെയ്തതോടെ കരുതലോടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കങ്ങൾ. KT സ്വാലിഹ്, മലപ്പുറം. കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഉണ്ണിത്താന്റെ വാദങ്ങൾ തള്ളുന്ന അന്വേഷണ റിപ്പോർട്ട് കൈമാറി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നും കെണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടുപോയതാണെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും DCC പ്രസിഡന്റിന് സമർപ്പിച്ച 2-അംഗ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. K മുരളീധരന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ കൊല്ലം DCCയുടെ മുന്നിൽ വെച്ചും പിന്നീട് DCCക്ക് ഉള്ളിൽ വെച്ചും ആക്രമിക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു ആരോപണം. ഉണ്ണിത്താന്റെ കാറിന് നേരെ ഇവർ ചീമുട്ട എറിയുകയും ചെയ്തു. സംഭവം വിവാദവും പരാതിയുമായതിനെ തുടർന്നാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ, DCC വൈസ് പ്രസിഡന്റ് ചിറ്റുമുല നാസർ, DCC സെക്രട്ടറി P രാജേന്ദ്രപ്രസാദ് എന്നിവരുൾപ്പെട്ട 2-അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചത്. സമിതിയുടെ പ്രധാന കണ്ടെത്തൽ ഇങ്ങനെ: രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടന്ന ബാഹ്യ ഇടപെടലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടുപോയതാണെന്നും ഇതൊരു കെണിയാണെന്ന് തിരിച്ചറിയാൻ അവർക്കായില്ല എന്നും സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തന്നെ ആക്രമിച്ചതിന് പിന്നിൽ K മുരളീധരന് പങ്കുണ്ടെന്ന് പറയാതെ പറഞ്ഞ് ഉണ്ണിത്താൻ പ്രതികരിക്കുകയും PM സുധീറിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. KPCCയുടെ വക്താവായ തന്നെ ആക്രമിച്ചവർ ഗുണ്ടാസംഘങ്ങൾ എന്നാണ് ഉണ്ണിത്താൻ ആരോപിച്ചത്. 20-ലധികം പേരുടെ മൊഴിയും 2-അംഗ സമിതി രേഖപ്പെടുത്തി. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമിതി ശേഖരിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഉണ്ണിത്താന്റെ വാദങ്ങൾ തള്ളി ഉണ്ണിത്താൻ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും രാഷ്ട്രീയ ശത്രുക്കൾക്കിതിൽ പങ്കുണ്ടെന്നും പറയുന്ന വിചിത്ര റിപ്പോർട്ട് സമിതി ബിന്ദുകൃഷ്ണയ്ക്ക് കൈമാറിയിരിക്കുന്നത്. അതേസമയം തന്നെ ആക്രമിച്ചതിന് പിന്നിൽ I ഗ്രൂപ്പിലെ പ്രമുഖർക്കും പങ്കുണ്ടെന്ന നിലപാടിലാണ് ഉണ്ണിത്താൻ. ആക്രമണത്തിൽ പങ്കെടുത്തവർ ഉന്നത നേതാവിന്റെ വീട്ടിൽ രഹസ്യയോഗം ചേർന്നത് തെളിവായി ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടുത്ത വേനലിന്റെ പ്രത്യാഘാതം അറിയിച്ച സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കാലത്തിനിടയ്ക്ക് കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് പൂട്ടിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി. ഒരാഴ്ചത്തേക്കാണ് കോളേജ് അടച്ചിട്ടിരിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും കുടിവെള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. കോളേജ് ഹോസ്റ്റലിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവച്ചിരുന്നു. 1300 വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ കോളേജിന്റെ ഉപയോഗത്തിനായി സമീപത്തെ കുളത്തിൽ നിന്നായിരുന്നു വെള്ളമെടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ ജലക്ഷാമം രൂക്ഷമായതോടെ
കുളങ്ങളിൽ വെള്ളമില്ലാതായി. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടുക്കിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വരൾച്ച വളരെ ഗുരുതരമാണ്. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകുകയും കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും വേണ്ട അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത്. കാരണം പരീക്ഷയും മറ്റും നടക്കുന്ന സമയമാണ്. വളരെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുകൊണ്ട് കുടിവെള്ളത്തിന് ഏറ്റവും അടിയന്തര പ്രാധാന്യം കൊടുത്ത് കിട്ടുന്നതിന് വേണ്ട അടിയന്തര നടപടി ഉണ്ടാകണം. വാട്ടർ അതോറിറ്റിക്ക് 4.5 ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതോടെ കണക്ഷൻ റദ്ദാക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം. സെമസ്റ്റർ പരീക്ഷ അടുത്ത ഘട്ടത്തിൽ കോളേജ് പൂട്ടിയത് വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് പതിനായിരങ്ങളാണ്. അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങ് നാളെ വരെ നീണ്ടു നിൽക്കും. പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായി വ്രതാനുഷ്ഠാനത്തോടെ എത്തിയവരെ വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയത്. വൈദ്യുതി ദീപങ്ങളാൽ പ്രകാശപൂരിതമായ മണപ്പുറം ക്ഷേത്രത്തിൽ അർദ്ധരാത്രി ശിവരാത്രി വിളക്കും വിശേഷാൽ പൂജകളും നടന്നതോടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. പിതൃമോക്ഷ പുണ്യം തേടി ഉറക്കമുപേക്ഷിച്ച് മണപ്പുറത്തെത്തിയ പതിനായിരങ്ങൾക്ക് ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡും ആലുവ നഗരസഭയും ഒരുക്കിയിരുന്നത്. ഒരേ സമയം 20 പേർക്ക് പിതൃതർപ്പണം നടത്താൻ കഴിയുന്ന തരത്തിൽ 200ഓളം ബലിത്തറകളാണ് സജ്ജീകരിച്ചിരുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾക്ക് ചേന്നാസ് മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി മുല്ലപ്പള്ളി മനയ്ക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടും കാർമ്മികത്വം വഹിച്ചു. താൽക്കാലിക പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പ്രാഥമിക ശുശ്രൂഷ യൂണിറ്റ് എന്നിവയുടെ സഹായവും ഭക്തർക്ക് ലഭ്യമാക്കിയിരുന്നു. വലിയ ഭക്തജനത്തിരക്കിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. പ്ലാസ്റ്റിക് നിരോധിച്ച് ഹരിത ശിവരാത്രിയായാണ് ഇത്തവണ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കർക്കടക മാസത്തിലെ അമാവാസി ഞായറാഴ്ചയായതിനാൽ ഇത്തവണ 3 ദിവസം ബലിതർപ്പണമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദേശാഭിമാനി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം MTക്ക് നൽകിയത്. അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിക്കാൻ നാട് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മലയാള സാഹിത്യം MTയിൽ നിന്ന് MDയിലേക്ക് പോകുന്ന കാലഘട്ടമാണ് ഇതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത നടൻ മമ്മൂട്ടി പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിലാണ് പ്രഥമ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചത്. നോട്ട് നിരോധനത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പൊതുവേദിയിൽ പങ്കിട്ടതിനെ തുടർന്ന് മ്ലേച്ഛമായ രീതിയിലാണ് സംഘപരിവാർ MTയെ ആക്രമിച്ചതെന്ന് പിണറായി പറഞ്ഞു. ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിക്കാൻ നാട് തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. MTയെ പോലെ ഒരാൾക്ക് പോലും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല. അതിനെ കടന്നാക്രമിക്കും എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അപകടത്തിലാവില്ലേ? അപ്പോ ഇനി അങ്ങോട്ട് എഴുതാനും പാടാനും സിനിമ തയ്യാറാക്കാനും സിനിമ കാണിക്കാനും എല്ലാം ഇത്തരമൊരു കൂട്ടരുടെ അനുമതി പത്രം വാങ്ങണം എന്ന് പറഞ്ഞാൽ നാടിന്റെ ഭാവി എന്താകും? അസഹിഷ്ണുതക്കെതിരെ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മുടെ നാട് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മലയാള സാഹിത്യം MTയിൽ നിന്നും MTയിലേക്ക് പോകുന്ന കാലഘട്ടമാണിതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി പറഞ്ഞു. നിങ്ങളുടെ അഭിമാനമാണ്, നിങ്ങളുടെ ശക്തിയാണ്, നിങ്ങളുടെ ധീരതയാണ് MT. മലയാള സാഹിത്യം MTയിൽ നിന്ന് MTയിലേക്ക് പോവുകയാണ്. മന്ത്രി TP രാമകൃഷ്ണൻ, സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ, നടന്മാരായ മധു, ശരത് കുമാർ, നടി KPS ലളിത തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PT കുഞ്ഞിമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയുടെ ചിത്രീകരണം തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ആരംഭിച്ചു. ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. PT കുഞ്ഞിമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന വിശ്വാസപൂർവ്വം മൻസൂർ ചലച്ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ ഒരു സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. സ്നേഹ വായ്പോടെയാണ് കേരളീയ സമൂഹം സിനിമാ ലോകത്തെ സ്വീകരിച്ചിട്ടുള്ളത്. പഴയകാല സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ അങ്ങേയറ്റം സ്നേഹത്തോടെയും ആദരവോടെയും പ്രത്യേകമായൊരു അടുപ്പത്തോടെയും നമ്മുടെ സമൂഹം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന് നേരിടേണ്ടി വരുന്ന വർഗീയവും വംശീയവുമായ വെല്ലുവിളികളെ അതിക്രമിക്കപ്പെടുന്ന ബന്ധങ്ങളുടെയും പ്രണയത്തിന്റെയും പശ്ചാത്തലത്തിൽ സിനിമയിൽ ആവിഷ്കരിക്കും. തീർച്ചയായിട്ടും
ഇന്ത്യക്കും ലോകത്തിനും ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അത് അപകടകരമായിരിക്കും മാനവരാശിക്കെന്നുള്ള തിരിച്ചറിവാണ് ഈ സിനിമയുടെ അടിസ്ഥാന പ്രമേയമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന വംശീയത, വർഗീയത, അതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തീവ്രവാദം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ബാധിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ സ്ത്രീകളെ അത് ബുദ്ധിമുട്ടിക്കുന്നത്, ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഇതാണ്. തലശ്ശേരിയിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കുക. തലശ്ശേരിയാണ് മെയിനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട്. തലശ്ശേരി നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഭൂപരമായിട്ടുള്ള ഇതായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു നഗരമാണ്, വടക്കൻ ഇന്ത്യയിലെ ഒരു നഗരത്തെ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വേറെ ഒരു ലൊക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ജയകൃഷ്ണൻ കാവിലിൻ്റേതാണ് കഥ. പി.ടി. കുഞ്ഞുമുഹമ്മദ് തിരക്കഥ എഴുതിയ സിനിമയുടെ നിർമ്മാണം കെ.വി. മോഹനാണ്. റോഷൻ മാത്യു, പ്രയാഗ് മാർട്ടിൻ, ആശാ ശരത്, സെറീന വഹാബ്, രഞ്ജി പണിക്കർ, വി.കെ. ശ്രീരാമൻ, ലിയോണി ലിഷോയ്, സന്തോഷ് കീഴാറ്റൂർ, സുനിൽ സുഗത, ശിവജി ഗുരുവായൂർ, ആകാശ്, സെയ്ഫ് മുഹമ്മദ് എന്നിവർ അഭിനയിക്കും. റഫീഖ് അഹമ്മദും പ്രഭാവർമ്മയും പ്രേംദാസും എഴുതിയ പാട്ടുകൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകും. എം.ജി. രാധാകൃഷ്ണനാണ് ക്യാമറ. ന്യൂസ് ബ്യൂറോ. ഇന്ത്യയിലെ വൈവിധ്യപൂർണ്ണമായ നാടൻ കലാരൂപങ്ങളെ ജനതയ്ക്ക് പരിചയപ്പെടുത്തുന്ന നാടോടി കലാസംഗമത്തിന് തിരുവനന്തപുരത്ത് തിരിയുയർന്നു. വിവിധ സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാസംഗമം മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള തിരുവനന്തപുരം നിശാഗന്ധിയിലാണ് നടക്കുന്നത്. മുളന്തണ്ടിൽ നാദവിസ്മയം തീർത്ത് വയലി, തിരിയൊഴിച്ചിൽ കലാകാരന്മാരുടെ അനുഷ്ഠാന നൃത്തം, നാടൻ പാട്ടിന്റെ കുലപതി CJ കുട്ടപ്പന്റെ ചാറ്റുപാട്ടും ചേർന്ന് അവതരിപ്പിച്ചപ്പോൾ സംഗീത ദൃശ്യവിരുന്ന് സമ്മോഹനമായൊരു അനുഭവമായി. ദൃശ്യവെളിച്ച വിസ്മയങ്ങളുടെ അകമ്പടിയോടെ നടന്ന നാടൻ ഫെസ്റ്റിവൽ വേദിയിലാണ് ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തകലാരൂപങ്ങൾ അരങ്ങേറിയത്. പേരിനെയും ജാതിയെയും അടിസ്ഥാനപ്പെടുത്തി കലാരൂപങ്ങളെ നോക്കിക്കാണുന്ന അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ഉയർപ്പിന്റെ കലാരൂപങ്ങളാണ് നാടൻ ഫെസ്റ്റിവലിൽ ഉള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഭാഷയുടെയും ദേശത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും എല്ലാം സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരുപാട് നാടൻ കലാരൂപങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവയുടെ എല്ലാം ഒരു അവതരണത്തിന് കേരളത്തിൽ വേദിയൊരുക്കാൻ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള യുവജനക്ഷേമ ബോർഡ് തയ്യാറായത് ഏറ്റവും അഭിനന്ദനാർഹമായൊരു കാര്യമായി ഞാൻ കാണുന്നു. ദേശീയതയിലെ ബഹുസ്വരത എന്ന വിഷയത്തിൽ ഇന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സെമിനാർ നടക്കും. വൈകിട്ട് കാശ്മീരി, ഗുജറാത്ത്, രാജസ്ഥാൻ, ലഡാക്കി നൃത്തരൂപങ്ങൾ അരങ്ങേറും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഭാരത് ഭവന്റെയും വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേളയ്ക്ക് ഞായറാഴ്ച തിരശീല വീഴും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സന്ദേശം നൽകി ഇര എന്ന ഹ്രസ്വചിത്രം. അതിക്രമങ്ങൾക്ക് നേരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ആഹ്വാനം ചെയ്യുന്ന ചിത്രത്തിൽ സംഭാഷണങ്ങളില്ല എന്നതാണ് വ്യത്യസ്തത. ഹരിപ്പാട് സ്വദേശിയായ PK പത്മകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. അടുത്തൊരു യുവതലമുറയെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം എന്നെ കൊണ്ട് ശരീരം കൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനൊരു മാധ്യമത്തിലൂടെ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ബദൽ എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയുമായി ഗോ ഗ്രീൻ എക്സ്പോ തിരുവനന്തപുരം നഗരസഭയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 1 മുതൽ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം. ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തീർത്ത പാത. ഇതിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന് ബദൽ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതെ, പേപ്പറും തുണിയും കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം. പ്ലാസ്റ്റിക്കിന് ബദൽ എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തീർത്ത ഇൻസ്റ്റലേഷൻ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി TM തോമസ് ഐസക് പറഞ്ഞു. പ്ലാസ്റ്റിക് പോയാൽ പകരം കൃത്യമായ ഉത്തരവുണ്ട്. 19 സ്റ്റാളുകൾ എല്ലാവരും വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് ഇതര ക്യാരി ബാഗുകളും മറ്റും നിർമ്മിക്കുന്നവർ എത്ര നഗരത്തിന് വേണമെങ്കിലും നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. വളരെ വിലപിടിപ്പുള്ള ക്യാരി ബാഗുകൾ മുതൽ പേപ്പർ, സാധാരണ ന്യൂസ് പേപ്പർ ബാഗുകൾ വരെ ലഭ്യമാണ്. അതിന് സ്വപ്പം പണം നൽകേണ്ടി വരും. പക്ഷെ
പക്ഷേ നഗരം വൃത്തിയായിരിക്കാൻ നമ്മൾ സ്വപ്നം ചെലവുണ്ടെന്ന് നമ്മൾ സ്വയം കരുതിയാൽ മതി. പേപ്പറുകൾ, തുണി എന്നിവ കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ കമ്മൽ, മാല, ആഭരണങ്ങൾ തുടങ്ങിയവയും പ്രദർശനത്തിൽ കാണാം. തിരുവനന്തപുരത്ത് മാർച്ച് 1 മുതൽ നടപ്പാക്കാൻ പോകുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന് മുന്നോടിയായാണ് നഗരസഭ പ്രദർശനമൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം മൈലാപ്പൂരിൽ വീട്ടുവളപ്പിൽ നിന്നും നാടൻ ബോംബ് കണ്ടെടുത്തു. നസറുദ്ദീന്റെ വീട്ടിൽ നിന്ന് 2 നാടൻ ബോംബുകളാണ് കണ്ടെത്തിയത്. ഇയാളുടെ സ്കൂട്ടറും കത്തിച്ച നിലയിലായിരുന്നു. ബോംബുകൾ നിർവീര്യമാക്കി. കുട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അർദ്ധരാത്രി വീടിനു മുന്നിൽ തീ പടരുന്നത് കണ്ടാണ് നാസറുദ്ദീനും കുടുംബവും ഉണരുന്നത്. പുറത്തിറങ്ങിയപ്പോൾ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടർ കത്തുന്നതും മുന്നിലെ പന്തലിലേക്ക് തീ പടരുന്നതുമാണ് കാണുന്നത്. തീ അണച്ച ശേഷം വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിക്കുന്നതിനിടയിലാണ് വീടിനു മുന്നിലെ പന്തലിലും പറമ്പിലുമായി നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡ് എത്തി ഉച്ചയോടെ ബോംബ് നിർവീര്യമാക്കി. നാട്ടിലാർക്കും തങ്ങളോട് വിരോധമില്ലെന്നും വീടുമാറി ആക്രമണം നടത്തിയതാകാമെന്നുമാണ് നാസറുദ്ദീന്റെ സംശയം. എന്തായിരുന്നു സംഭവിച്ചത്? രാത്രി 1:30 ഞങ്ങൾ മോൻ ജനലിൻ്റെ പ്രകാശം അടിച്ചാണെന്നും തുറന്നു നോക്കിയപ്പം വണ്ടി തീ കത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഞാനും മോനും കൂടെ വെള്ളം ഒഴിച്ച് തീ കത്തിച്ച്. പിന്നത്തെ കാര്യമൊന്നും അറിയില്ല. ഇതാണ് ഇപ്പം ഇവിടെ നടന്നേക്കുന്നത്. എനിക്ക് മറ്റു ശത്രുക്കളോ ആരും ഒന്നുമില്ല. ഈ ബോംബ് ഇരിക്കുന്ന എപ്പോഴാണ് കാണുന്നത്? ബോംബ് ഇരിക്കുന്ന രാവിലെയാണ് കാണുന്നത്. പോലീസ് ആദ്യം വന്നു പോയതിനു ശേഷം? വന്നതിന് ശേഷം പോലീസ് വന്ന് പോയതിനു ശേഷമാണ് ബോംബ് കാണുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ട് മുമ്പ് ഏതെങ്കിലും ഭീഷണികളോ? ഒന്നുമില്ല. അങ്ങനെയുള്ള കാര്യമേ ഇല്ല. ഒന്നുമില്ല. നമ്മൾ ആരടുത്തും ഒന്നും ചെന്നിന് പോകുന്നില്ല. പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കൊട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3 ദിവസം മുമ്പായിരുന്നു നാസറുദ്ദീന്റെ മകളുടെ വിവാഹം. ഇതിനായി ഗൾഫിൽ നിന്ന് വന്നതാണ് നാസറുദ്ദീൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.